സ്ലെയർ സീസൺ 1 എപ്പിസോഡ് 25 നമ്മൾ കാണാൻ പോകുന്നത്. ഇതിനു മുന്നേയുള്ള എപ്പിസോഡുകൾ പ്ലേലിസ്റ്റ് ആക്കി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതാദ്യം കാണുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുകൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യുക. എന്നാ അനിമെ ആൻഡ് മൂവി ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ബട്ടർഫ്ലൈ ഹൗസിൽ ഉണ്ടായിരുന്ന ആ 3 പെൺകുട്ടികൾ അവിടെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ടാൻജിരോ 2 വടിയും പിടിച്ച് വന്നതിന് ശേഷം അവരോട് പറയാണ്, കുട്ടികളെ, നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണം. ഞാൻ ഉറങ്ങുമ്പോഴും എനിക്ക് ടോട്ടൽ കോൺസെൻട്രേഷൻ ബ്രീത്തിങ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വടി പിടിച്ചതിന് ശേഷം ഞാൻ എപ്പോഴാണോ ഉറങ്ങുന്നത് ആ സമയം നിങ്ങൾ എന്നെ അടിച്ച് എഴുന്നേൽപ്പിക്കണം. അത് കേൾക്കുന്ന ആ 3 പെൺകുട്ടികൾ ടാൻജിരോ അവരെ 3 പേരെയും വിളിച്ചതിന്റെ സന്തോഷത്തിൽ അതെ, ഞങ്ങൾ വരാമെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് ടാൻജിരോ ാണ്. അവന്റെ അടുത്ത് ആ 3 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ടാൻജിരോ അവന്റെ ടോട്ടൽ കോൺസെൻട്രേഷൻ ബ്രീത്തിങ് നല്ല രീതിക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എത്രയായാലും ഒരു മനുഷ്യന് ഉറങ്ങാതെക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ടാൻജിരോ ഉറങ്ങിപ്പോവാണ്. ഉറങ്ങുന്ന ആ സമയം തന്നെ ആ 3 പെൺകുട്ടികളും അവരുടെ കയ്യിലുള്ള വടി വെച്ച് ഉറങ്ങരുത് ഉറങ്ങരുത് എന്ന് പറഞ്ഞ് ടാൻജിരോനെ അടി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടാൻജിരോ അവരോട് പറയാണ്, ശരി ശരി, ഇത്തവണ ഞാൻ തോറ്റു, എനിക്ക് ഒരു ചാൻസ് കൂടി തരണമെന്ന് പറയുമ്പോൾ അവർ അതെ എന്ന് പറയാണ്. ഇതെല്ലാം കണ്ട് കിളി പോയി നിൽക്കുകയാണ് സെനെറ്റ്സു. അവന് എന്താണ് ടാൻജിരോ ഇപ്പൊ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ പിന്നെയും ടാൻജിരോ അവന്റെ ബ്രീത്തിങ് ടെക്നിക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്ഷീണം കാരണം അവൻ പിന്നെയും ഉറങ്ങുകയാണ്. അതുപോലെ തന്നെ ആ 3 പെൺകുട്ടികളും അവൻ അടിച്ചൊതുക്കുന്നുണ്ട്. അങ്ങനെ ഇതേപോലെ ടാൻജിരോ പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ അവരോട് ചാൻസ് ചോദിക്കുന്നു, അവൻ ഉറങ്ങുന്നു, അവരടിക്കുന്നു. അങ്ങനെ രാവിലെ ആവുന്ന സമയത്ത് റീഹാബിലിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ടാൻജിരോ ട്രെയിനിങ്ങിന് പോവാണ്. അവിടെ ചെല്ലുന്ന ടാൻജിരോട് ആ പെൺകുട്ടി ദേഷ്യപ്പെടുകയാണ്. കാരണം സെനിറ്റ്സുവിനെയും ഇനോസ്കയെയും ടാൻജിരോ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ടാൻജിരോ, എന്നോട് ക്ഷമിക്കണം, ഞാൻ അവരെ പിന്നെ കൊണ്ടുവരാമെന്ന് പറയുന്നു. പിന്നീട് ടാൻജിരോ എങ്ങനെയെങ്കിലും ടോട്ടൽ കോൺസെൻട്രേഷൻ ബ്രീത്തിങ്ങിന് മാസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞ് അവനെ കൊണ്ട് കഴിയുന്നതിനും അപ്പുറം അവൻ ട്രെയിനിങ് ചെയ്യാണ്. കൂട്ടത്തിൽ അവന്റെ കൂടെ സഹായിക്കാൻ ആ 3 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അങ്ങനെ അവന് കഴിയുന്ന വിധത്തിൽ അവൻ ട്രെയിനിങ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം കോനോയുടെ കൂടെ ട്രെയിനിങ്ങിന് പോവാണ്. അതായത് ആ ടെസ്റ്റിന്. ഇപ്പൊ നടക്കുന്നത് ഫുൾ ബോഡി ട്രെയിനിങ് ആണ്. അപ്പോൾ ടാൻജിരോ, ഞാൻ ഇത്രയും നാളും ചെയ്ത ട്രെയിനിങ്ങിന് ഇന്നൊരു ഫലം ഉണ്ടാവണമെന്ന് പറഞ്ഞ് കോനോയെ തൊടാൻ പോവാണ്. പക്ഷേ അവൻ്റെതിലേറെ സ്പീഡായിരുന്നു കോനോയ്ക്ക്. അവൻ എപ്പോഴൊക്കെ തൊടാൻ വരുന്നു അതേ സമയം തന്നെ കോനോ മാറിക്കളയാണ്. അങ്ങനെ ആ ട്രെയിനിങ്ങിനും അവൻ ഫെയിൽ ആവുകയാണ്. അങ്ങനെ വൈകുന്നേരം ആവുന്ന സമയത്ത് ടാൻജിരോ ആ പെൺകുട്ടിയോട് പറയാണ്, എനിക്ക് ഇത്രയും നേരം ട്രെയിനിങ് തന്നതിന് ഒരുപാട് നന്ദി. അത് കേൾക്കുന്ന അവൾ കുറച്ച് ദേഷ്യത്തിൽ മുഖം തിരിക്കുകയാണ്. ഇവർക്കെല്ലാം അപ്പുറം സെനെറ്റ്സും ഇനോസ്കയും വാതിലിന്റെ അപ്പുറം നിന്ന് ഒളിഞ്ഞു നോക്കുകയാണ്. അവിടെ എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് അറിയണമല്ലോ. അതുകൊണ്ട് ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ്. അവരെ 2 പേരെയും കാണുന്ന ടാൻജിരോ അവരെ ഉള്ളിലേക്ക് വിളിക്കുകയാണ്. പക്ഷെ ഞങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അവർ 2 പേരും അവിടുന്ന് ഓടിപ്പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. രാവിലെ തന്നെ ടാൻജിരോ ആ പെൺകുട്ടികളുടെ കൂടെ നിൽക്കുകയാണ്. ശേഷം അവന്റെ ടോട്ടൽ കോൺസെൻട്രേഷൻ ബ്രീത്തിങ്ങിന്റെ പവർ എത്രത്തോളം കൂടിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി അവർ ആദ്യം കാണിച്ചു കൊടുത്ത ആ ബോട്ടിൽ അവന് കൊടുക്കുകയാണ്. അത് അവന്റെ വായ കൊണ്ട് അവൻ ഊതി പൊട്ടിക്കണം. അവര് പറഞ്ഞതുപോലെ തന്നെ ടാൻജിരോ അവന്റെ ഫുള്ള് പവർ ഉപയോഗിച്ച് അത് ഊതി പൊട്ടിക്കുകയാണ്. അവസാനം അവർ കൊടുത്ത ആ കുപ്പി പൊടിയാവുകയാണ്. അത് കാണുന്ന ആ പെൺകുട്ടികൾക്കും അവനും ഒരുപാട് സന്തോഷമാവുകയാണ്. അതിനുശേഷം ആ പെൺകുട്ടികൾ ആ വലിയൊരു കുപ്പി എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. കൂടാതെ ഇനി നിങ്ങൾ ഇത് പൊട്ടിക്കണമെന്നും കൂടി അവനോട് പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് സെനെറ്റ്സും ഇനോസ്കയും ഒരു പുല്ലിന്റെ പുറകിൽ ഒളിച്ചു നിൽക്കുകയാണ്. അവർക്ക് 2 പേർക്കും ഇതുവരെ ടാൻജിരോ എന്തിനു വേണ്ടിയാണ് ട്രെയിനിങ് ചെയ്യുന്നതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ടാൻജിരോയെ വ്യത്യാസമായി അവർ 2 പേരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം സെനെറ്റ്സു എഴുന്നേൽക്കുന്ന സമയത്ത് ടാൻജിരോന്റെ ബെഡിൽ അവനെ കാണാനില്ല. ടാൻജിരോ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് അവന്റെ ട്രെയിനിങ്ങിന് വേണ്ടി പോയി. ഇതെല്ലാം മനസ്സിലാവുന്ന സെനെറ്റ്സുവിനാണെങ്കിൽ ട്രെയിനിങ്ങിന് പോകണോ അതോ ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കണമെന്ന് ആലോചന വരികയാണ്. അവനങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് അവന്റെ കുരുവി അവന്റെ അടുത്തേക്ക് വന്ന് എന്തൊക്കെയോ അവനോട് ചീത്ത പറയുന്നത് പോലെ അത് കിടന്നിങ്ങനെ ഒച്ച ഉണ്ടാക്കുകയാണ്. അത് കാണുന്ന സെനെറ്റ്സു ആണെങ്കിൽ കുരുവിയനോട് പറയാണ്, ശരി ശരി, എനിക്ക് മനസ്സിലായി, ഞാനും ഇത് കഴിഞ്ഞ് ട്രെയിനിങ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ടാൻജിരോ എന്തിനു വേണ്ടിയാണ് ട്രെയിനിങ് ചെയ്യുന്നത് എനിക്കറിയില്ല. അത് പറഞ്ഞു തീരുമ്പോഴേക്കും ഇനോസുകെ അവന്റെ ബെഡിന്റെ മുകളിൽ എണീറ്റ് നിന്ന്, ഞാനും നിന്റെ കൂടെ ട്രെയിനിങ്ങിന് വരുന്നുണ്ട് എന്ന് സെനെറ്റ്സുവിനോട് പറയാണ്. ശേഷം അവർ 2 പേരും ഷിനോബുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട്, ടാൻജിരോ എന്തിനാണ് ട്രെയിനിങ് ചെയ്യുന്നത്, അത് അറിഞ്ഞാൽ ഞങ്ങൾക്കും അതുപോലെ തന്നെ ട്രെയിനിങ് ചെയ്യാനാണ് എന്ന് ഷിനോബുവിനോട് പറയാണ്. അപ്പോൾ ഷിനോബു ആണെങ്കിൽ, അതെ, നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ടാൻജിരോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെയിനിങ് എന്തിനു വേണ്ടി എന്നാൽ
അവൻ 24 hours ടോട്ടൽ കോൺസെൻട്രേഷൻ ബ്രീതിങ് ഹാഷിരകളെ പോലെ ചെയ്യാൻ നോക്കാണ്. ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയാണ് അവൻ ഇങ്ങനെ ട്രെയിനിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും സിമ്പിൾ ആയിട്ട് തന്നെ ടോട്ടൽ കോൺസെൻട്രേഷൻ ബ്രീതിങ് കുറെ തവണ ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ അവരുടെ ഹൃദയം തകർന്ന് നിലത്തേക്ക് വീണ് പോവാണ്. അങ്ങനെ അവർ രണ്ടുപേരും ടാഞ്ചിറോന്റെ അടുത്ത് ചെന്ന് ഹെൽപ്പ് ചോദിക്കുന്ന സമയത്ത് ടാഞ്ചിറോ അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ബ്രീതിങ് ചെയ്യാനുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കുകയാണ്. ശ്വാസം ഇങ്ങനെ എടുക്കണം, ശ്വാസം അങ്ങനെ എടുക്കണം, ഒരു ഭാഗം ചെറുതാക്കണം, ഒരു ഭാഗം വലുതാക്കണം എന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേൾക്കുന്ന അവർ രണ്ടുപേരും എന്ത് തേങ്ങ ഇവൻ പറയുന്നതെന്ന് ചിന്തിച്ച് കിളി പോയിരിക്കുകയാണ്. അപ്പോൾ തന്നെ അവിടേക്ക് ഷിനോബു വന്നിട്ട് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാമെന്ന് അവൾ പറയാണ്. ഇതൊരു ചെറിയ ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് ആണ്, അതുകൊണ്ട് നിങ്ങൾ ഇതിനു വേണ്ടി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഷിനോബു ഇനോസ്കയുടെ അടുത്ത് ചെന്നിട്ട് ഇനോസ്കെ നീയൊരു നല്ല ശക്തി എന്നിട്ട് ഇനോസ്കെ നീയൊരു നല്ല ശക്തിയുള്ള ഒരു പയ്യനാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ബ്രീത്തിങ് നിനക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് കുറച്ച് സങ്കടം വരികയാണ്. കാരണം അത് ചെറിയ കുട്ടികൾക്ക് വരെ സുഖമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ടെക്നിക്കാണ്. അതെല്ലാം കേട്ട് ദേഷ്യം പിടിച്ച ഇനോസ്കെ ആരെ നോക്കിയാ ഇങ്ങനെയെല്ലാം പറഞ്ഞത്, ഞാൻ ബ്രീത്തിങ്ങിന്റെ മാസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വന്ന് കാണിച്ചു തരാമെന്ന് പറയാണ്. അതിനുശേഷം ഷിനോബു സെനിറ്റ്സുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. ശേഷം അവനോട് പറയാണ്, സെനിറ്റ്സു ഞാൻ നിന്റെ വലിയൊരു ഫാനാണ്. നിനക്ക് ഈ ചെറിയൊരു ബ്രീത്തിങ് കൂടി ചെയ്യാൻ കഴിയില്ല എന്ന് വെച്ചാൽ വളരെ കഷ്ടമാണ്. എങ്കിലും നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുമെന്ന് സെനിറ്റ്സുവിനോട് പറയാണ്. അതെല്ലാം കേട്ട സെനിറ്റ്സുവിന് ആകെ അത്ഭുതമാവാണ്. അവന് വളരെയധികം പ്രചോദനം കൊള്ളുകയാണ്. അവൻ ഷിനോബിനോട് പറയാണ്, മേഡം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാം മേഡം, ഞാൻ എത്രയും പെട്ടെന്ന് അത് മാസ്റ്റർ ചെയ്യും മേഡം. അങ്ങനെ അവർ രണ്ടുപേരും ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. അവർ ഒരുപാടധികം കഷ്ടപ്പെട്ട് തന്നെ ട്രെയിനിങ് ചെയ്യാണ്. അപ്പോൾ അവരെ നോക്കി നിൽക്കുന്ന കോനോയുടെ ബാക്കിലേക്ക് ഷിനോബു വരികയാണ്. ഷിനോബു കോനോയോട് പറയാണ്, നീ ടാഞ്ചിറോയുടെ കൂടെ പോയി ജോയിൻ ചെയ്യ്. അത് കേട്ട കോനോ ഒന്നും പറയാതെ അവരുടെ അടുത്ത് നിന്ന് പോവാണ്. അങ്ങനെ മറ്റൊരു സ്ഥലത്ത് നിന്ന് കോനോ ടാഞ്ചിറോയെ തിരിഞ്ഞു നോക്കുകയാണ്. അവനാണെങ്കിൽ ഇപ്പോ ഇനോസ്കെയും സെനിറ്റ്സുനെയും എങ്ങനെയെങ്കിലും ബ്രീത്തിങ്ങിൽ മാസ്റ്റർ ചെയ്യിപ്പിക്കാൻ നോക്കുകയാണ്. ടാഞ്ചിറോ അവരെ രണ്ടുപേരെയും എൻകറേജ് ചെയ്യുന്നത് നോക്കി നിൽക്കുകയാണ് ഇപ്പൊ കോനോ. അവൾക്ക് അവളുടെ ഉള്ളിൽ അവനോട് എന്തോ ഒന്ന് തോന്നുകയാണ്. ശേഷം അവൾ ഒരു കോയിൻ എടുത്ത് അത് ഫ്ലിപ്പ് ചെയ്യാണ്. അത് അവളുടെ കയ്യിൽ വരുന്ന സമയത്ത് അവളുടെ തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. കോനോയുടെ ചെറിയ പ്രായത്തില് അവൾ ഒരു ചേരിയിലാണ് താമസിച്ചിരുന്നത്. പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം കൂടി നിറഞ്ഞ ഒരു ജീവിതമായിരുന്നത്. അവളുടെ കുടുംബം തന്നെ അവളെ മറ്റൊരാൾക്ക് വിൽക്കുകയാണ്. അവളെ കയ്യിൽ കിട്ടിയ അയാൾ അവളെ ഒരുപാട് ദ്രോഹിക്കുകയാണ്. എന്നും അടിച്ച് അവളെ വേദനിപ്പിക്കുകയാണ്. ശരീരം വേദനിക്കുന്നത് കൂടാതെ മാനസികമായും ചില പ്രശ്നങ്ങൾ അവൾക്ക് ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളെ കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് കരുതി അയാൾ അവളെ മറ്റൊരു സ്ഥലത്ത് കൊണ്ട് വിൽക്കാൻ കൊണ്ടുപോവാണ്. അതും അവളുടെ ശരീരത്ത് കയറ് കെട്ടി ഒരു പട്ടിയെ പോലെ വലിച്ചു കൊണ്ടുപോവാണ്. പെട്ടെന്ന് അവിടേക്ക് ഒരു പെണ്ണ് വന്നിട്ട്, എന്തിനാ നിങ്ങൾ ഈ കുട്ടിയെ വലിച്ചുകൊണ്ട് പോകുന്നത്, ഇവളെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് ആരാണെന്നാൽ ഷിനോബുവിന്റെ ചേച്ചിയായിരുന്നു. ഷിനോബുവിന്റെ ചേച്ചിയോട് അയാൾ പറയാണ്, ഞാൻ ഇവളെ എന്തു വേണമെങ്കിലും ചെയ്യും, കാരണം ഇവൾ എന്റെ അടിമയാണ്. അതൊക്കെ ചോദിക്കാൻ നീ ആരാ, മര്യാദയ്ക്ക് എന്റെ വഴിയിൽ നിന്ന് മാറിക്കോ. പക്ഷെ അയാൾ പറയുന്നൊന്നും ശ്രദ്ധിക്കാതെ ഷിനോബുവിന്റെ ചേച്ചി കോനോയോട് സംസാരിക്കുകയാണ്. ഹലോ, എന്റെ പേര് ഖാനെ, അതുപോലെ തന്നെ നിന്റെ പേരെന്താണ് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അവൾ ഖാനയുടെ മുഖത്തേക്ക് തുറപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെല്ലാം കണ്ട് ദേഷ്യം പിടിച്ച അയാൾ ഖാനയെ ഉന്തി വിടാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്നാണ് അവിടേക്ക് വന്ന് അയാളുടെ കൈ തട്ടി മാറ്റുന്നത്. അത് ഷിനോബു ആയിരുന്നു. അവള് പറയാണ്, എന്റെ ചേച്ചിയെ തൊടാൻ നിങ്ങൾക്ക് എന്ത് ധൈര്യമാണുള്ളത്. അപ്പോ അത് കഴിഞ്ഞ് അയാൾ പറയാണ്, ശരി ശരി, നിങ്ങൾ ഈ കുട്ടിയെ തൊടാനാണെങ്കിലും നോക്കാനാണെങ്കിലും ഇവളെ വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോ. അത് കേട്ട് ദേഷ്യം പിടിച്ച ഷിനോബു, ഓ അങ്ങനെയാണോ, നിനക്ക് പൈസയാണോ വേണ്ടതെന്ന് പറഞ്ഞ് അവൾ അവളുടെ കയ്യിലുള്ള ഒരുപാടധികം പൈസ അവന്റെ നേർക്ക് വലിച്ചെറിയാണ്. വേണമെങ്കിൽ പെറുക്കിക്കോ എന്ന് പറഞ്ഞ്. അതേസമയം തന്നെ ഖാനയും ഷിനോബുവും കൂടി കോനോയെ എടുത്ത് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. വീട്ടിലെത്തുന്ന കോനോയെ ഷിനോബു നല്ല രീതിക്ക് കുളിപ്പിക്കുകയാണ്. പക്ഷേ പിന്നീടുണ്ടായ പ്രശ്നം എന്താന്ന് വെച്ചാൽ അവൾക്ക് ഭക്ഷണം കൊടുത്താൽ അവൾ കഴിക്കില്ല. പകരം അവർ രണ്ടുപേരും പറഞ്ഞാൽ മാത്രമേ അവൾ ആ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഉറങ്ങാനാണെങ്കിലും അതുപോലെ തന്നെ. എന്ത് ചെയ്യണമെന്ന് ഷിനോബുവോ അല്ലെങ്കിൽ അവളുടെ ചേച്ചിയോ പറഞ്ഞാൽ മാത്രമേ കോനോ കേൾക്കുകയുള്ളൂ. ഇതെല്ലാം ഷിനോബു അവളുടെ ചേച്ചിയോട് പരാതി പറയുന്ന സമയത്ത് ഷിനോബുവിന്റെ ചേച്ചി ഖാനെ പറയാണ്, ഓ ഇതാണ് ഇപ്പൊ ഇത്ര വലിയ പ്രശ്നം. കോനോയുടെ അടുത്ത് ചെന്നിട്ട് അവൾക്ക് ഒരു കോയിൻ കൊടുക്കുകയാണ്. എന്നിട്ട് അവളോട് പറയാണ്, നിനക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത സമയം വരുമ്പോ ഈ കോയിൻ ടോസ് ചെയ്ത് നിനക്ക് നിന്റേതായ ഒരു തീരുമാനം കണ്ടെത്താം. അത് കാണുന്ന ഷിനോബു ഇതൊന്നും ശരിയാവാൻ പോയില്ല എന്ന് പറഞ്ഞ് അവളുടെ ചേച്ചിയെ ചീത്ത പറയാണ്. അപ്പോൾ ഷിനോബുവിന്റെ ചേച്ചി തിരിച്ചു പറയാണ്, ഇവൾക്ക് ഒരുപാട് സ്നേഹം വരുന്ന സമയത്ത് ഇവൾക്ക് സ്വന്തമായി ഒരു തീരുമാനം എടുക്കാൻ കഴിയും. അതുവരേക്കും ഞാൻ ഇപ്പോ ഇവൾക്ക് കോയിൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് ആ കോയിൻ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ പ്രസന്റിൽ കാണിക്കുന്ന സമയത്ത് ടാഞ്ചിറോ നോക്കിക്കൊണ്ടിരിക്കുന്ന കോനോ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ടാഞ്ചിറോയുടെ കാക്ക ടാഞ്ചിറോട് ഒരു കാര്യം പറയാണ്. അതവൻ നേരെ ചെന്ന് ഇനോസ്കയോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെന്താണെന്നാൽ ഇനോസ്കെ നമ്മുടെ പുതിയ വാളുമായിട്ട് സ്പോർട്സ്മാൻസ് വരുന്നുണ്ട്. അത് കേട്ട് സന്തോഷപ്പെട്ട്
രണ്ടുപേരും പുറത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. ചെന്ന് നോക്കുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് തന്നെ ആ 2 സ്പോർട്സ്മാൻസും നടന്നു വരുന്നുണ്ട്. അതിലൊന്ന് ഹാഗനെസുകയായിരുന്നു. ഹാഗനെസുകയെ കണ്ട സന്തോഷത്തിൽ ടാൻജിറോ, ഹാഗനെസുക ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തു. പക്ഷേ ദേഷ്യം പിടിച്ച ഹാഗനെസുക ഒരു കത്തിയെടുത്ത് ടാൻജിറോയെ കുത്താൻ ഓടിച്ചെല്ലുകയാണ്. ഭാഗ്യത്തിനാണ് ടാൻജിറോ അവിടെ നിന്ന് മാറിക്കളഞ്ഞത്. പക്ഷേ ടാൻജിറോ അവന്റെ വാള് പൊട്ടിച്ചതിന് ഹാഗനെസുക അവനെ ഒരുപാടധികം ചീത്ത പറയാണ്. അങ്ങനെ ഹാഗനെസുക ഉറങ്ങുന്ന സമയത്ത് ടാൻജിറോയുടെ അടുത്തിരുന്ന് ഹാഗനെസുകയുടെ കൂടെ വന്ന മറ്റൊരാൾ സംസാരിക്കുകയാണ്. അത് ആരാണെന്നാൽ ഇനോസുകയുടെ സ്പോർട്സ്മാൻ ആയിരുന്നു. അതായത് ഇനോസുകയുടെ വാൾ ഉണ്ടാക്കുന്ന ആൾ. അയാൾ ടാൻജിറോട് പറയാണ് ഹാഗനെസുകയ്ക്ക് അയാളുടെ വാൾ ഒരുപാട് ഇഷ്ടമാണ്. അത് പൊട്ടിച്ചു എന്ന് അറിഞ്ഞത് കൊണ്ടാണ് അയാൾ നിന്നെ വെട്ടാൻ വന്നത്. അതേസമയം ഇനോസ്കയാണെങ്കിൽ പുറത്തേക്ക് മിണ്ടാതെ അവന്റെ വാളും പിടിച്ച് പോവാണ്. എന്നിട്ട് ഒരു സ്ഥലത്തിരുന്ന് കുറെ കല്ലുകൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ അവന് ഇഷ്ടപ്പെട്ട ഒരു കല്ലെടുത്ത് അവന്റെ 2 വാളിനിട്ട് കുത്തി അത് നശിപ്പിക്കുകയാണ്. അതായത് അവന്റെ പണ്ടത്തെ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരികയാണ്. അത് കണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുകയാണ് ഇനോസ്കയുടെ സ്പോർട്സ്മാൻ. അവന് ഒരുപാട് ദേഷ്യം വരികയാണ്. ഇനോസ്കയെ തല്ലാൻ വരെ ചെല്ലുന്നുണ്ട്. പക്ഷേ ടാൻജിറോ അയാൾ പിടിച്ചു വെക്കുന്നു. ശേഷം ഇനോസ്കെ അവന്റെ വാളിനെ കുത്തി കുത്തി പണ്ടത്തെ രൂപത്തിലാക്കുകയാണ്. എന്നിട്ട് അവന്റേതായ ഒരു സന്തോഷം കൊള്ളുകയാണ്. അങ്ങനെ രാത്രിയാവുന്ന സമയത്ത് ടാൻജിറോ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ അടുത്തേക്ക് ആ 3 പെൺകുട്ടികൾ വന്നു നോക്കുന്ന സമയത്ത് ടാൻജിറോ ഇപ്പോഴും അവന്റെ ബ്രീത്തിങ് ടെക്നിക് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം അവന്റെ ട്രെയിനിങ്ങിൽ എല്ലാത്തിനും ടാൻജിറോ കോനോയെ തോൽപ്പിക്കുകയാണ്. അവൻ കോനോയുടെ മുഖത്തേക്ക് ആ മരുന്നിന്റെ കപ്പ് ഒഴിക്കാതെ അവളുടെ തലയിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് സന്തോഷിക്കുകയാണ്. അത് കാണുന്ന ഇനോസ്കയ്ക്കും സെനിറ്റ്സുവിനും കുശുമ്പായിട്ട് അവർ രണ്ടുപേരും നല്ല രീതിക്ക് ട്രെയിനിങ് ചെയ്യാണ്. ഓടുക, ചാടുക, അങ്ങനെയുള്ള എല്ലാ ട്രെയിനിങ്ങും അവർ രണ്ടുപേരും ചെയ്യുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ടാൻജിറോ ഷിനോബുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെക്കപ്പിന് വേണ്ടി. അപ്പോ ഷിനോബു ടാൻജിറോയെ നോക്കി നിനക്കിപ്പോ യാതൊരു കുഴപ്പവുമില്ല, നിന്റെ ബോഡി പണ്ടത്തേലേറെ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ടാൻജിറോ ഷിനോബുവിനോട് ഹീനോകാമി കാഗുറ എന്താണെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ഷിനോബു അതെനിക്ക് അറിയില്ല എന്ന് പറയാണ്. അപ്പോൾ ടാൻജിറോ അതൊരു ഫയർ ബ്രീത്തിങ് ആണെന്ന് പറയുമ്പോൾ അവൾ നല്ല രീതിക്ക് ആലോചിച്ചതിന് ശേഷം അവനോട് പറയാണ് എനിക്കറിയില്ല, ഒരു പക്ഷേ ഫ്ലെയിം ഹാഷിരയായ റെങ്കോക്കുവിന് ഇത് ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കും, അതുകൊണ്ട് നിനക്ക് റെങ്കോക്കുവിനോട് ഇത് ചോദിക്കാവുന്നതാണ്. അങ്ങനെ രാത്രിയാവുന്ന സമയത്ത് ടാൻജിറോ നെസുക്കോവിന്റെ അടുത്ത് ചെന്നിട്ട് അവളെ നോക്കുമ്പോൾ അവൾ ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം ടാൻജിറോ ഒരു സ്ഥലത്ത് ചെന്നിരുന്ന് അവളെ നോക്കി പറയാണ് നീ നല്ല രീതിക്ക് ഉറങ്ങിക്കോ, നമുക്കിനി ഒരു യാത്ര പോകേണ്ടതുണ്ട്, അതുകൊണ്ട് നിനക്ക് ഒരുപാട് എനർജി ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നിന്നെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് ഒരുപാട് ഡീമൻസിനോട് ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ടാൻജിറോ അവന്റെ മനസ്സിൽ ചിന്തിക്കുകയാണ് എനിക്കത് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ അവന് നെസുക്കോയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ചേട്ടാ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. അതേസമയം ടാൻജിറോ നെസുക്കോയെ നോക്കുമ്പോൾ അവളല്ല അത് പറഞ്ഞത്, കാരണം അവൾ ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സീൻ കട്ട് മറ്റൊരു ട്രെയിൻ കാണിക്കുകയാണ്. ആ ട്രെയിനിന്റെ അകത്ത് ഒരു ആജാനുബാഹുവായ ഡീമൻ ഉണ്ട്. അത് ഒരു മനുഷ്യനെ തിന്നുന്നത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനി ആ ട്രെയിൻ ഏതാ